ഹലോ, ഞാൻ നിങ്ങളെ ഇന്നൊരു ഈജിപ്ഷ്യൻ സ്വീറ്റ് പരിചയപ്പെടുത്തി തരാനായിട്ട് പോവുകയാണ്. അതിൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈജിപ്തിൽ നിന്ന് ഒതൻറ്റിക് ആയിട്ടുള്ള ഒരു ബേക്കറിയിൽ നിന്ന് ഡയറക്റ്റായിട്ട് എൻ്റെ കയ്യിലെത്തിയിരിക്കുന്ന ഒരു സ്വീറ്റാണ്. അതെങ്ങനെ എൻ്റെ കയ്യിലെത്തി എന്നുള്ളത് ഈവൻ കൂടുതൽ ഹാപ്പിനെസ് തരുന്നൊരു കാര്യമാണ്. ബിക്കോസ് എൻ്റെ ഓപ്പറേഷൻസ് മാനേജർ ഒരു 1 വീക്ക് ഷോർട്ട് ട്രിപ്പ് ഈജിപ്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അടുത്ത് ബൈ പറയാൻ വന്ന സമയത്ത് ഞാൻ ആളുടെ അടുത്ത് ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ബസ്ബൂസ എന്ന് പറയുന്ന ഈജിപ്ഷ്യൻ സ്വീറ്റ് ഇഷ്ടമാണ് എന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞപ്പോൾ ആളത് സീരിയസ് ആയിട്ട് എടുത്തു. തിരിച്ചെന്ന് വീണ്ടും വന്നു കഴിഞ്ഞ് ഹായ് പറയാൻ വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഡ്യൂട്ടി കഴിഞ്ഞ് എൻ്റെ റൂമിലൊന്ന് വരണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചെന്നപ്പോൾ ഞാൻ കണ്ട് ഞെട്ടി ആക്ച്വലി ആൾ കൊണ്ടുവന്ന സാധനം. ബിക്കോസ് ഇത്രയും വലിയൊരു ബോക്സിലാണ് ആൾ എനിക്ക് സ്വീറ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. വളരെ ബിസി ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഒരു ഷോർട്ട് ട്രിപ്പിന് വേണ്ടി പോകുമ്പോൾ നമുക്കറിയാം നാട്ടിൽ പോകുമ്പോൾ എന്തുമാത്രം തിരക്കുണ്ടെന്നുള്ളത്. അപ്പോൾ I was so surprised and happy to hear that he brought it for me. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ആക്ച്വലി നല്ല വെയിറ്റ് ഉണ്ട്. ബ്രാൻഡും കാര്യങ്ങളെ പറ്റി എനിക്കറിയില്ല. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ തന്നെ നല്ല ഒരു സ്വീറ്റിൻ്റെ മണമുണ്ട്. ജസ്റ്റ് ഇച്ചിരി എണ്ണയൊക്കെ ലീക്കായിട്ടുണ്ട്. നമ്മൾ പറഞ്ഞൊരു കാര്യം ഓർത്ത് വെച്ച് നമുക്കൊരു സാധനം കൊണ്ട് തരിക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ എന്തായാലും ഇത് തുറന്നു വെക്കാനായിട്ട് പോവാണ്. ഞാൻ കണ്ടു നല്ല ഫ്ലേവറിൻ്റെ സ്മെല്ലടിച്ചു. ഓ മൈ ഗോഡ്, ഇതാണ് ബസ്ബൂസ എന്ന് പറയുന്ന ഐറ്റം. നല്ല സോഫ്റ്റ് ആണ് ആക്ച്വലി. ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഒന്നും പറയാനില്ല. നല്ല നെയ്യുടെയും നല്ല മധുരവും നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ എന്താണെങ്കിലും ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ടു ഹാവ് എൻ ഓപ്പറേഷൻസ് മാനേജർ ലൈക്ക് ഹിം. നമ്മൾ പറയുന്നൊരാഗ്രഹം ഓർത്ത് വെച്ച് നമുക്ക് വേണ്ടി ചെയ്തു തരിക അല്ലെങ്കിൽ നമുക്ക് വേണ്ടി തരിക എന്ന് പറയുന്നത് അതൊരു ചെറിയ കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. താങ്ക് യു സോ മച്ച്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഇഷ്ടമുള്ളവർക്ക് വേണ്ടി അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട് ശ്രമിക്കുക.